നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. എമിലിയാനോ മാർട്ടീനസിനെ സ്വന്തമാക്കാൻ വേണ്ടി യൂറോപ്യൻ വമ്പന്മാർ രംഗത്തുണ്ട് എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ എമി ആസ്റ്റൺ വില്ല വിടാൻ നോക്കിയതാണ്. യുണൈറ്റഡ് അദ്ദേഹത്തെ കൊണ്ടുപോയേക്കുമെന്ന വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അവസാനം വരെ വെയിറ്റ് ചെയ്ത എമിക്ക് നിരാശനാവാനായിരുന്നു വിധി. ഇനിയിപ്പോൾ ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാറ്റം നടക്കുമോ എന്നാണ് അറിയേണ്ടത്. അദ്ദേഹത്തിനായിട്ട് യുവൻറ്റസ് രംഗത്തുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. അതിപ്പോൾ കൺഫേം ചെയ്യുന്നു യുവൻറ്റസിൻ്റെ കോച്ച് ലൂസിയാനോ സ്പല്ലെറ്റി. ഇറ്റാലിയൻ വമ്പന്മാരുടെ കോച്ച് പറഞ്ഞത് എമി മാർട്ടീനസ് ഈ സമ്മറിൽ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞങ്ങളൊരു കോമ്പറ്റീഷന് വേണ്ടി നോക്കുകയാണ്. ഓൾറെഡി ഞങ്ങൾക്ക് നല്ല രണ്ട് ഗോൾ കീപ്പർമാരുണ്ട്. പക്ഷേ ഇദ്ദേഹത്തെ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ടീമിലേക്ക് എത്തിക്കും. എന്തായാലും ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഏത് ടീമിനെയും മാറ്റിമറിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു ഗോൾ കീപ്പറാണ്. സോ ഞങ്ങൾ ശ്രമം നടത്തും. പക്ഷേ റൈറ്റ് നൗ ഞങ്ങൾക്ക് 2 ഗോൾ കീപ്പേഴ്സ് ഉണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പിന്നെ ഈ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഈ ട്രാൻസ്ഫർ മാർക്കറ്റ് വളരെ ഡിഫിക്കൽട്ടാണ്. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഡയറക്ടേഴ്സ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് സ്പല്ലെറ്റി പറഞ്ഞത്. എന്നാൽ ആസ്റ്റൺ വില്ലയുടെ CEO ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്ന വാക്കുകൾ കൂടി നമ്മളൊന്ന് ചേർത്ത് പറയണം. അദ്ദേഹം പറഞ്ഞത് മാർട്ടീനസ് ഞങ്ങളോടൊപ്പം തുടരും. ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഈ സമ്മറിൽ വിട്ടുകൊടുക്കാൻ യാതൊരുവിധ ഉദ്ദേശവുമില്ല. ടീമിന് അദ്ദേഹത്തിൻ്റെ ഡെഡിക്കേഷനും വാസ്റ്റ് എക്സ്പീരിയൻസും വളരെ വളരെ ആവശ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഞങ്ങളുടെ അടുത്ത സീസണിലേക്കുള്ള പ്രൊജക്റ്റിൽ എമി മാർട്ടീനസ് എന്നാണ് ആസ്റ്റൺ വില്ലയുടെ ഡയറക്ടർ പറഞ്ഞത്. നിബുവിനെ സംബന്ധിച്ചിടത്തോളം 2029 വരെയാണ് ആസ്റ്റൺ വില്ലയുമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളത്. പക്ഷേ അദ്ദേഹം ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കും കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.